നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് ഇനി 3 മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ടീമുകളൊക്കെ അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് കിടക്കുകയാണ്. അർജൻറ്റീന ഇപ്പോൾ ജൂൺ മാസത്തിൽ അവരുടെ ഫ്രണ്ട്ലി മത്സരങ്ങളുടെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനമെടുത്തിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ അവർ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുമെന്ന് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നതായിരുന്നു. അത് ഇക്വഡോറും ഗോട്ടിമാലയുമായിരിക്കും എതിരാളികൾ എന്ന വാർത്തയും വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ തീയതികളും മറ്റുമൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. TYC സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റ് ഗാസ് നഡൂൽ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ജൂണിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരങ്ങൾ പോലെയാണ് അതിനെ കാണുന്നത്. 2 മത്സരങ്ങൾ, ഒന്ന് ജൂൺ 9 ചിക്കാഗോയിൽ വെച്ചിട്ട് അർജൻറ്റീന ഇക്വഡോറിനെ നേരിടുന്നു. രണ്ടാമത്തെ മത്സരം ജൂൺ 14 അർജൻറ്റീന ഗോട്ടിമാലയ്ക്കെതിരെ വാഷിങ്ടണിൽ വെച്ചിട്ട് കളിക്കുന്നു. ഇതാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ റൈവൽസിൻ്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും ഡേറ്റും അതുപോലെ വെന്യൂ ഇനിയും മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഗാസ് നഡൂലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞത്. അർജൻറ്റീന ഇത്തവണത്തെ കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരം കളിക്കാനിരിക്കുകയാണ്. ജൂൺ 20 ആ മത്സരം. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 24 പുലർച്ചെ 5:30 അർജൻറ്റീന കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇത് ജൂൺ മാസത്തിൽ നടക്കുന്ന മത്സരങ്ങളാണ്. അതിനു മുമ്പ് ഈ മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജൻറ്റീനയുടെ മത്സരങ്ങൾ തീരുമാനമായിട്ടുണ്ട്. കോസ്റ്റാറിക്കയും എൽ സാൽവഡോറുമായിരിക്കും അവരുടെ എതിരാളികൾ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ നൈജീരിയ അവർക്കെതിരെ കളിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും നൈജീരിയയുടെ താരങ്ങൾക്ക് US കടക്കാൻ വിസ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ മത്സരം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് മാർച്ച് 26 അർജൻറ്റീന കോസ്റ്റാറിക്കയുമായിട്ട് കളിക്കാൻ പോകുന്നു. മാർച്ച് മാസത്തിൽ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ. ആദ്യ ഫ്രണ്ട്ലി മത്സരം മാർച്ച് 22 അവർ എൽ സാൽവഡോറുമായിട്ട് കളിക്കും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.